ഈയൊരു സന്ദർഭത്തിൽ നമ്മുടെ കൂടെ അഭയാനന്ദ സരസ്വതി സ്വാമികളാണുള്ളത്. ചിന്മയ മിഷനിലെ ആചാര്യനാണ്. കുറേ കാലമായിട്ട് ചിന്മയ മിഷൻ തിരുവനന്തപുരം കേന്ദ്രത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് വിവിധ പ്രദേശങ്ങളിൽ വേദാന്ത പ്രചരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ചിന്മയ മിഷൻ്റെ ഒരു പുതിയ കേന്ദ്രം വയനാട് ജില്ലയിൽ ആരംഭിക്കണം എന്ന നിലയ്ക്ക് കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ഒരു ആരംഭം കുറിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഉത്തരവാദിത്തമുണ്ട്. പുതിയൊരു കേന്ദ്രം ആരംഭിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദിത്തമാണുള്ളത്. അതിൻ്റെ മധ്യത്തിലാണ് ഈ ഒരു കാര്യപരിപാടിക്ക് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി സ്വാമിജിയെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. പൂർണ്ണമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവട്ടെ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് 20-21 ശ്ലോകങ്ങളാണ് എടുക്കേണ്ടത്. ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ ഇത്തവണ ചിന്മയ മിഷൻ്റെ ഗീത ചൊല്ലൽ മത്സരത്തിന് നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്തവണ 5-ാം അധ്യായമാണ്. അതുകൊണ്ട് തന്നെ 5-ാം അധ്യായം കുറേ തവണ ചൊല്ലാൻ പഠിപ്പിക്കുകയും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 2024 ഇപ്പോൾ 24 കഴിയാറായില്ലേ. ചിന്മയ മിഷനിൽ ഓരോ വർഷം ഓരോ അധ്യായമാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഗീത ചൊല്ലൽ മത്സരത്തിന് ഉള്ളത്. ഇത്തവണ 5-ാം അധ്യായമായിരുന്നു. 2001 മുതൽ 2018 വരെ തുടർച്ചയായി 18 അധ്യായങ്ങൾ നടത്തി. അതിനുശേഷം പിന്നെ 19 മുതൽ ഇപ്പോൾ 2-ാം അധ്യായമൊക്കെ വലുതായതുകൊണ്ട് 2 തവണയൊക്കെ ആയിട്ടാണ് നടത്തിയത്. അപ്പം അങ്ങനെ 2024 ആയപ്പോൾ 5-ാമത്തെ അധ്യായം ആയി. ഓരോ വർഷവും അങ്ങനെ ചിന്മയ മിഷൻ പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗീത ചൊല്ലൽ മത്സരം നടത്തും. അപ്പം അടുത്ത വർഷം ഇപ്പോൾ ജനുവരി ആയ അടുത്ത വർഷത്തെ അത് അനൗൺസ് ചെയ്യും. ഈ വർഷത്തെ സ്റ്റേറ്റ് ലെവലിലുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് 25-ാം തീയതി കഴിഞ്ഞു. തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. ഈ കൊച്ചു കുട്ടികളില്ലേ, 3 വയസ്സും 4 വയസ്സൊക്കെയുള്ള കുട്ടികളെ അവർ കാണാതെ കൊണ്ട് ചൊല്ലും. 5 ശ്ലോകങ്ങളും ചൊല്ലും അവർ. പക്ഷെ അവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലാവണ്ട, അവർ കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ മത്സരം നടത്തും. അപ്പം അതിൽ കാണാതെ കുട്ടികളെ പഠിച്ച ആൾക്കാരുണ്ടോ, അമ്മമാരൊക്കെ. കുട്ടികളെ അമ്മമാരങ്ങനെയാണല്ലോ പഠിക്കുക. സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും അവരൊന്നും പഠിക്കില്ല. എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അവർ ഓരോന്ന് പഠിക്കും. A for apple, A for apple, B for bat എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് അവർ പഠിക്കുക.
2 2 4, 4 4 8 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് അമ്മമാരൊക്കെ പഠിക്കും. അതുപോലെ ഭഗവത്ഗീത അമ്മമാർ കുട്ടികളെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ട് അമ്മമാർ പഠിക്കും. അപ്പോൾ ഞങ്ങൾ വയനാട് ഇപ്പോൾ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വയനാട് ഒരു 10ഓളം പേര് കാണാതെ ചൊല്ലി. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ബാക്കിയുള്ളവർ നോക്കിയിട്ടാണ് വായിച്ചത്. നോക്കി വായിക്കാൻ നമ്മൾ ചാൻസ് കൊടുത്തു. സമ്മാനം കിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ഓൺലൈനിൽ സ്റ്റേറ്റ് ലെവൽ മത്സരം നടത്തുന്നുണ്ട്. ചിന്മയ മിഷന് ചിന്മയ സ്വരാഞ്ജലി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഇത് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഈ കാര്യം. ഞങ്ങൾ 5-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് നമുക്കൊരു വിമിഷ്ടം ഉണ്ടാവുമല്ലോ. ഒരു വിമിഷ്ടല്ല, വീർപ്പുമുട്ടല്ലേ. അപ്പോൾ ചെയ്യാവുന്ന വഴിയാണ് പറഞ്ഞത്. അപ്പം അതിനെങ്ങനെ ചേരാന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. ശരി, 5-ാം അധ്യായത്തിലെ 20-21 ശ്ലോകങ്ങൾ എനിക്ക് ഉള്ള ശ്ലോകങ്ങൾ വായിക്കാം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. നാക്ക് ശരിക്കും പഠിച്ചില്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ശ്ലോകമാണത്. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. എന്താണ് ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ? പ്രിയം, നമുക്ക് ഇഷ്ടപ്പെട്ടത് വരുന്ന സമയത്ത് ന പ്രഹൃഷ്യേത്, ഹർഷം, സന്തോഷം, ആനന്ദം, അതിൽ സന്തോഷിക്കാത്ത ആള്. ഇഷ്ടം വരുമ്പോൾ സന്തോഷിക്കാത്ത ആള്. നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം, അപ്രിയം വരുമ്പോൾ, ഇഷ്ടക്കേട് വരുമ്പോൾ, അനിഷ്ടം വരുന്ന സമയത്ത് അതിൽ ന ഉദ്വിജേത്. ഉദ്വിജയം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട് സങ്കടപ്പെടുക, കഷ്ടപ്പെടുക, ഭ്രമിക്കുക, അല്ലെങ്കിൽ സങ്കടപ്പെടുക എന്നൊക്കെ അർത്ഥം. അത് ഇല്ലാത്ത ആള്. നല്ലത് വരുമ്പോൾ സന്തോഷിക്കാത്ത ആള്, ചീത്ത വരുമ്പോൾ സങ്കടപ്പെടാത്ത ആള്. എന്തൊക്കെയാ പറയണത്? അങ്ങനെയാണ് പറയുന്നത്. എന്താ ചെയ്യാ? സ്ഥിരബുദ്ധി, സ്ഥിരമായ ബുദ്ധിയുള്ള ആള്. അസമ്മൂഢ, സമ്മൂഢനല്ലാത്ത ആള്. ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മവിദ്, ബ്രഹ്മത്തെ അറിഞ്ഞ ആള്. ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആള്, ബ്രഹ്മജ്ഞാനി ആയിട്ടുള്ള ആള്. ബ്രഹ്മനിഷ്ഠനും ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ആള്. അങ്ങനെയുള്ള ആൾ ഈ പറഞ്ഞ ഗുണത്തോട് കൂടിയ ആളായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമായത്, നമുക്ക് അനുകൂലമായത് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവോ, സങ്കടം ഉണ്ടാവോ? പറയോ? സന്തോഷം അല്ലേ? നമുക്ക് പ്രതികൂലമായിട്ട് വരുമ്പോൾ വിഷമം, സങ്കടം ഒക്കെ ഉണ്ടാവും. ഇയാൾക്ക് വേറെ തിരിച്ചാ. എന്താ ചെയ്യാ? ആർക്ക്? ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. ബ്രഹ്മവിത്താണ്, ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുന്ന ആളാണ്, ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി വന്നാൽ അദ്ദേഹത്തിന് അതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. പ്രതികൂലമായി വന്നാൽ സങ്കടവും ഇല്ല. ഇപ്പൊ ബ്രഹ്മവിത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മുടെ ഒരു രീതിയിൽ നോക്കിയാൽ സ്ഥിരബുദ്ധിയുള്ള ആളാണ്. അത് കൊള്ളാം. സ്ഥിരബുദ്ധിയുള്ള ആളാണ് ആര്? ഈ പറഞ്ഞ ആള്. അസമ്മൂഢ, മൂഢൻ, സമ്മൂഢൻ
അസമ്മൂഢൻ. മൂഢൻ വിഡ്ഢിയായിട്ടുള്ളവൻ, മണ്ടൻ. സമ്മൂഢൻ നല്ല വിഡ്ഢിയായിട്ടുള്ളവൻ. അസമ്മൂഢൻ വിഡ്ഢിയല്ലാത്തവൻ, മണ്ടനല്ലാത്തവൻ, മൂഢതയില്ലാത്തവൻ. ഇതുവരെ ഉള്ളത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വേണേ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ലേ? അതെ. എനിക്ക് സംശയമായി, നിങ്ങൾ ഈ ഉച്ച കഴിഞ്ഞിട്ട് പടിഞ്ഞാറൻ വെയിലും കൊണ്ട് ഇളവെയിലും കൊണ്ട് ഇളനീരും തിന്ന് എന്നൊക്കെ പറഞ്ഞ് മയങ്ങുകയാണോ? അപ്പൊ അനുകൂലമായി വരുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല, പ്രതികൂലമായി വരുമ്പോൾ സങ്കടവുമില്ല. അങ്ങനെയുള്ള ആളാണ് ബ്രഹ്മജ്ഞാനിയായ ആള്, ബ്രഹ്മത്തെ അറിഞ്ഞ ആള്, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആള്, സ്ഥിരബുദ്ധിയുള്ള ആള്, മൂഢതയില്ലാത്ത ആള്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, ഇങ്ങനെയൊക്കെ മനസ്സിലാവാൻ കുറച്ച് പാടാണ്, അനുഭവമാവാൻ നല്ല പാടാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ ഇങ്ങനെ വരുമ്പോൾ 2-ാം അധ്യായമാണ് ഭഗവത്ഗീതയുടെ ഒരു സാരസംഗ്രഹമായിട്ടുള്ള ഭാഗം. അങ്ങനെയാണല്ലോ അല്ലേ? അതെ അതെ എന്ന് പറയൂ, ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറയുമോ? അതെ അല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയില്ല. സാരസംഗ്രഹമായിട്ടുള്ള ഭാഗം. അപ്പം അവിടെ ഭഗവാൻ ഈ പ്രിയ അപ്രിയങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നത്, പ്രിയ അപ്രിയങ്ങളെ കുറിച്ചല്ല ഭഗവാൻ അവിടെ പറയുന്നത്. ഭഗവാൻ അവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖാഃ ആഗമാപായിനോ അനിത്യാഃ താം തിതിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താം തിതിക്ഷസ്വ ഭാരത. ഇവയൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നവയാണ്, അവയെ സഹിക്കൂ അർജുന എന്നാണ് പറയുന്നത്. എന്താണ് വന്നും പോയി കൊണ്ടിരിക്കുന്നവ? ശീത ഉഷ്ണ സുഖദുഃഖങ്ങൾ. ശീതോഷ്ണ സുഖദുഃഖദാഹ. അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാത്രാ സ്പർശാസ്തു, മാത്രകളുമായി ബന്ധപ്പെടുമ്പോഴാണ്. മാത്രകൾ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ പറയും, കേൾക്കാനില്ല, നോമിനെ ചെവി കമ്മിയാണ്. ഇന്ദ്രിയ വിഷയങ്ങൾ. മാത്രാഹ, മാത്രാഹ എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ, പഞ്ചതന്മാത്രകൾ. തന്മാത്ര മറ്റേ മോഹൻലാലിന്റെ സിനിമയല്ല കേട്ടോ, തന്മാത്രകൾ. ഏതൊക്കെയാ തന്മാത്രകൾ? ശരി. എല്ലാവരും ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, ശബ്ദം മാത്രം പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമി വേണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള മട്ടില്. അപ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയൂലോ. വിഷയങ്ങൾ, വിഷയങ്ങളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. തന്മാത്രകൾ ഏതൊക്കെയാണ്? ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. ഈ ക്രമത്തിൽ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഈ ക്രമത്തിൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് പറഞ്ഞ് താഴെ നിന്ന് മുകളിലേക്ക് പറഞ്ഞു. ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. പക്ഷെ അതിനേക്കാൾ നല്ലത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ. അതിന് വേറെ കാരണമുണ്ട്, നമുക്ക് പിന്നെ സമയം പോലെ കാണാം.
ഇവയാണ് പഞ്ചതന്മാത്രകൾ. എന്തിന്റെ തന്മാത്രകളാണ്? എന്തുമായി ബന്ധപ്പെട്ട തന്മാത്രകളാണ്? അല്ല, പഞ്ചമഹാഭൂതങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പഞ്ചതന്മാത്രകൾ. ഏതൊക്കെ പഞ്ചമഹാഭൂതങ്ങൾ? ഭൂതം, പ്രേതം, പിശാച്, ചൊടലമാടൻ, യക്ഷി. ആദ്യത്തെ ആകാശം. ആദ്യത്തെ ഏതാണ്? ആകാശം. പിന്നെ വായു. പിന്നെ അതിപ്പോ ആകെ പ്രശ്നമായി. ഞങ്ങളിങ്ങനെ പഠിച്ചൊരു ഓർഡറായിട്ട് വരികയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 5 മഹാഭൂതങ്ങളുടെ 5 വിഷയങ്ങളാണ്, 5 തന്മാത്രകളാണ് എന്ത്? ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ഈ 5 എണ്ണം. അപ്പൊ അതുകൊണ്ട് ഈ ക്രമത്തിൽ തന്നെ പറയണം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന ക്രമത്തിൽ തന്നെ എന്ത് പറയണം? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഇനി ആകാശത്തിന്റെ തന്മാത്ര ഏതാണ്? ഇപ്പൊ ആകാശത്തിന്റെ ശബ്ദം. ആകാശത്തിന്റെ ഗുണമായ അല്ലെങ്കിൽ ഗുണകം എന്ന് പറയും. ആകാശത്തിന്റെ ഗുണമായ ശബ്ദം നമ്മൾ എങ്ങനെ അറിയും? ചോദ്യം കൃത്യമായി കേൾക്കണേ. അതപ്പോ നന്നായി. ശബ്ദം എങ്ങനെ അറിയുന്ന? അത്രേ ഉള്ളൂ. ആകാശത്തിന്റെ ഗുണമായ ശബ്ദം എങ്ങനെ അറിയും? കേട്ടറിയും. കണ്ടറിയുന്ന പറയല്ലേ, കേട്ടറിയും. എങ്ങനെ കേട്ടറിയും? എന്തുകൊണ്ട് കേട്ടറിയും? ചെവി, ശ്രോത്രേന്ദ്രിയം. ഈ പുറത്ത് കാണുന്നതല്ല, അതിൻ്റെ ഉള്ളിലാണ് സാധനം ഇരിക്കുന്നത് കേട്ടോ. ശ്രോത്രേന്ദ്രിയം കൊണ്ട് ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ നമ്മൾ അറിയും. അതുപോലെ അടുത്തത് വായു. വായുവിന്റെ ഗുണമായ സ്പർശം. സ്പർശത്തെ നമ്മൾ എങ്ങനെ അറിയും? എങ്ങനെ അറിയുന്ന ചോദ്യം. സ്പർശം കൊണ്ടറിയും, സ്പർശിച്ചറിയും, തൊട്ടറിയും. അതറിയാനുള്ള സാധനം എന്താണ്? തൊലി. അപ്പൊ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അപ്പൊ ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ അറിയാൻ നമുക്ക്, വായുവിന്റെ ഗുണമായ സ്പർശത്തെ അറിയാൻ നമുക്ക്. ശരി, അടുത്തത് ഭൂതം. അഗ്നി. അഗ്നിയുടെ ഗുണമായ രൂപത്തെ അറിയാൻ കണ്ണ്. രൂപത്തെ എങ്ങനെ അറിയാം? കണ്ടറിയും. കൊണ്ടറിയാൻ പറ്റും, അത് വേറെ കാര്യം. കണ്ടറിയും. അപ്പൊ അഗ്നിയുടെ ഗുണമായ രൂപത്തെ നമ്മൾ കണ്ടറിയും. ശരി, അടുത്തത് വേഗം പറയും, നമുക്കിത് കുറെ കാര്യം പറയണം. ജലം. ജലത്തിന്റെ ഗുണമായ രസത്തെ നമ്മൾ എങ്ങനെ അറിയും? എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ രുചിച്ചറിയും. കൃത്യമായിട്ട് ഉത്തരം പറയണ്ടേ? രുചിച്ചറിയും. എന്തുകൊണ്ട് രുചിച്ചറിയും? നാവ് കൊണ്ട്, രസനേന്ദ്രിയം കൊണ്ട്. വെറും നാവ് എന്ന് പറഞ്ഞാൽ രസനേന്ദ്രിയം കൊണ്ട് രുചിച്ചറിയും. കണ്ണിന് നേത്രേന്ദ്രിയം, നാവിന് രസനേന്ദ്രിയം. ശരി, അടുത്തത് ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ എങ്ങനെ അറിയും? മണത്തറിയും, വാസനിച്ചറിയും. എന്തുകൊണ്ടറിയും? മൂക്കെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ച് നല്ല ഘ്രാണേന്ദ്രിയം കൊണ്ടറിയും. മൂക്കെന്ന സാധനം ഘ്രാണേന്ദ്രിയം കൊണ്ടറിയും. ഇത് പറയാൻ കാരണം എന്താണ്? മാത്രാസ്പർശാസ്തു. ഈ പഞ്ചതന്മാത്രകളുമായി ഇന്ദ്രിയങ്ങൾക്ക് ബന്ധമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും ഒക്കെ ഉണ്ടാവും. അവിടെയാണ് ഇത് ആദ്യം പറഞ്ഞു വെച്ചത്. ഏത്? ഇവയുടെ പേരാണെന്ത്? ദ്വന്ദ്വങ്ങൾ. എന്താണ്? ദ്വന്ദ്വങ്ങൾ. ഒന്നും കൂടി പറയുകയാണെങ്കിൽ വിരുദ്ധങ്ങളായ ദ്വന്ദ്വങ്ങൾ. എന്താണ്? വിരുദ്ധങ്ങളായ ദ്വന്ദ്വങ്ങൾ, നേരെ വിപരീതമായിട്ടുള്ള ദ്വന്ദ്വങ്ങളാണ് ഇവയൊക്കെ. സുഖം, ദുഃഖം, ശീതം, ഉഷ്ണം, രാത്രി, പകല്,
ചൂട്, തണുപ്പ്, സിദ്ധി, അസിദ്ധി, അതിന് മലയാളം നേട്ടം, കോട്ടം, ജയം, വിജയം, കയറ്റം, ഇറക്കം. ഇവിടെ പ്രിയം, അപ്രിയം. ഇവയൊക്കെ എന്താണ്? ദ്വന്ദ്വങ്ങളാണ്. വിപരീതങ്ങളായ ദ്വന്ദ്ങ്ങളാണ്. പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയും. ജോഡിയാണ്. ഇവ വരുമ്പോൾ ഭഗവാൻ ആദ്യം അർജുനനോട് പറഞ്ഞത് മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. അവയെ തിദിക്ഷ ചെയ്യൂ, സഹിക്കൂ അർജുന എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഭഗവാൻ അത് ഒന്നും കൂടി ഭംഗിയായിട്ട് പറഞ്ഞു. അതിനെ സമമായി കാണും. അതിനെ സമമായി ആദ്യം പറഞ്ഞു, സഹിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ തിദിക്ഷ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഭഗവാൻ പറയുന്നത് സമമായി കാണാൻ പറഞ്ഞു. ഏതായിരുന്നു ശ്ലോകം? ആ കൊള്ളാം. അതെ, സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്. നിങ്ങൾ 5-ാം അധ്യായം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2-ാം അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്വാമി തന്നെ ഉത്തരം പറയേണ്ടി വരും. അല്ലേ? ഉദ്ദേശിച്ചതല്ലേ? എനിക്ക് മനസ്സിലായി. അല്ല, അതല്ല പറയാം. നിങ്ങൾ 5-ാം അധ്യായം പഠിക്കാൻ വന്നതാണല്ലോ. 2-ാം അധ്യായം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. അവിടെ ഭഗവാൻ പറഞ്ഞു സമ ദുഃഖ സുഖം ധീരം സ്വമൃതത്വായ കൽപ്പതേ എന്ന് പിന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സമ ദുഃഖ സുഖം ധീരം. ഇതിനെ ശരിക്കും എങ്ങനെയാ കാണേണ്ടത്? സമഭാവനയോടെ കാണണം. ഇവിടെ അത് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ അല്ലേ? പ്രിയം, അപ്രിയം. ഇപ്പം നമ്മൾ ബ്രഹ്മജ്ഞാനികളൊന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് വിചാരിക്കുക. എന്ത്? അത് അതിനെ തൽക്കാലത്തേക്ക് ഇല്ലയെന്ന് വിചാരിക്കുമോ? ഞാൻ കഴിഞ്ഞു പോക്കോട്ടെ. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ ആദ്യത്തെ സഹിക്കുക അല്ലെങ്കിൽ എന്നുള്ളത് കുറച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ സമഭാവനയോടുകൂടി കാണുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉയർന്ന പടിയാണ്. അർജുനോട് ആദ്യം സഹിക്കുക, തിദിക്ഷസ്വ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് സമ ദുഃഖ സുഖം ധീരെന്നാ പറയുന്നത്. ഇത് ആദ്യത്തെ പടി തന്നെ നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാല് സുഖം ദുഃഖം വരുമ്പോൾ, ശീതം ഉഷ്ണം വരുമ്പോൾ, ജയം പരാജയം വരുമ്പോൾ, ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? പറയണ്ട, ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? സുഖം വരുമ്പോൾ എങ്ങനെയുണ്ടാവും? ഏതോ ഒരു സിനിമയിലെ ഏതോ ഒരാൾക്ക് ലോട്ടറി അടിച്ചപ്പോൾ 5, 6, 7 ഇതുവരെ ശരിയാണോ? ഇതുവരെ വളരെ ശരിയാണ്. 8, 9 ആടിച്ചു മോളെ എന്നിട്ട് ഒറ്റപ്പൊക്കെ പോയി. ഏത് സിനിമയാണെന്ന് എനിക്കറിയില്ലടാ, ആരാന്ന് എനിക്കറിയില്ലേ. അങ്ങനെ ഒരു സംഭവമില്ലേ? സുഖം വന്നാൽ നമ്മൾ മറന്നുപോയി, മതി മറന്നുപോയി, സുഖത്തിൽ മതി മറന്നുപോയി. അങ്ങനെയാണോ സുഖം വരുമ്പോൾ നമ്മൾ എന്ന് നോക്കുക? ദുഃഖം വരുമ്പോഴോ? ദുഃഖം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ? സുഖം വരുന്ന സന്തോഷത്തോടെ അല്ലെങ്കിൽ സുഖം വരുന്ന മട്ടിലാണോ ദുഃഖം വരുമ്പോൾ? അല്ല, നമ്മൾ ശരിക്കും തകർന്നു പോകില്ലേ? പ്രത്യേകിച്ചും വലിയ ദുഃഖമാണ് മരണം. നമ്മുടെ അല്ല, നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുമ്പോൾ നമ്മൾ എത്ര സങ്കടപ്പെടും, എത്ര കാലം സങ്കടപ്പെടും, എങ്ങനെ സങ്കടപ്പെടും, നമ്മുടെ മാനസിക നില എന്തായിരിക്കും? അല്ലെങ്കിൽ നമുക്ക്
വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോൺ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ് എന്ത്? മൊബൈൽ ഫോൺ. നേരത്തെ സ്വാമിജി ചോദിച്ചപ്പോൾ ഒരാൾ മിണ്ടാണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണോ എൻ്റെ കയ്യിലോ? ഇല്ല സ്വാമിജി എന്ന് പറയും. എന്നിട്ടാണ് ഓരോരുത്തരോടും തുറന്നു. അത്രയും പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്താ തോന്നുക? വലിയ വിഷമം വരും ഇല്ലേ? അപ്പൊ സുഖം വരുന്നതും ദുഃഖം വരുന്നതും എങ്ങനെയാണ്? രണ്ട് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ്. സുഖദുഃഖ ദ്വന്ദ്ങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സഹിക്കുന്നുണ്ടോ? എങ്ങനെ സഹിക്കുക? അതിന് നല്ല ഉദാഹരണമാണ് പഴയ ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം. എന്താണ്? നമ്മൾ ബ്രഹ്മജ്ഞാനിയുടെ കാര്യമാണ് പറയുന്നത്. തൽക്കാലം നമ്മുടെ കാര്യം നമുക്ക് അറിയണ്ട, എന്നിട്ട് വേണമല്ലോ ബ്രഹ്മജ്ഞാനിയുടെ പറയാൻ. നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെ, പ്രായമായ ആൾക്കാർ എന്താ പറയുക നമ്മളോട്? നിങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതായിരിക്കും. നല്ല കോരി ചൊരിയുന്ന മഴ ഇങ്ങനെ കോരി ചൊരിയുക കുറേ ദിവസമായിട്ട്. അപ്പം അവർ പറയാം നല്ല മഴ. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പം അവർ പറയാം നല്ല വെയിൽ. കക്കൂസിന്ന് എണീക്കാൻ പറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നല്ല വയറിളക്കം. ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അപ്പോൾ പറയാം നല്ല വയറുവേദന. ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, നല്ല പനി, നല്ല പനി. ശരിയാണോ അല്ലയോ? അതായത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തെ പോലും നമ്മളോട് കാണാൻ പറയുന്നത് അവരറിഞ്ഞോ അറിയാതെ കൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ബോധപൂർവമായിരിക്കാം. നല്ല പനി, നല്ല ജലദോഷം, മൂക്കിൽ ഇങ്ങനെ പൈപ്പ് വെച്ച പോലെ വെള്ളം വരുന്നത്, വായലിക്കൂടെയൊക്കെ ഒഴുകുന്നത്. എന്നിട്ട് നല്ല ജലദോഷം, നല്ല വയറിളക്കം, നല്ല തലവേദന, നല്ല പനി. ഇല്ലേ? പറഞ്ഞു കേട്ടിട്ടില്ലേ? പറയാറുണ്ടാവും. ഇപ്പോഴൊക്കെ മാറ്റിയത്. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഒടുക്കത്തെ തലവേദന, ഒടുക്കത്തെ മഴ, പണ്ടാറടങ്ങാനുള്ള സാധനം, എന്തൊക്കെയാ പറയാ? കിടുക്കാച്ചി പനി. എനിക്ക് വാക്കുകളൊന്നും അറിയില്ല. നമ്മൾ ഈ പുതിയ നിഘണ്ടുവിൽ അത്ര പരിചയമില്ല ഇല്ലേ? പണ്ട് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനത്തെ പോലും നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നല്ലത് എന്ന് വേണ്ട. ഇപ്പൊ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക മഴക്കാലത്ത്. നമ്മൾ പറയാം നാശം പിടിക്കാനൊരു മഴ, എത്ര ദിവസമായി, ഒന്നും തുണി കഴുകിയിട്ടൊന്നും ഉണങ്ങണില്ല, ഒന്ന് പുറത്തിറങ്ങാനല്ലോ, സൂര്യനെ കാണാനല്ലോ, എന്തൊരു നാശം പിടിക്കാൻ എന്ന് നമ്മൾ പറയുമ്പോൾ മഴയുടെ പ്രഭാവം നമ്മളിൽ കൂടുവോ കുറയോ? കൂടും. നമ്മളറിയാതെ കൂടും ഇല്ലേ? നമുക്ക് വയ്യ 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 എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ അസുഖം നമ്മളെ എത്ര ബാധിക്കും? നേരത്തെ സ്വാമിജി പറഞ്ഞ അസുഖമല്ല, രോഗം നമ്മളെ എത്ര ബാധിക്കും? വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ഇല്ലേ? ഇതൊക്കെ ആലോചിച്ച് നോക്കണേ. അത് ഓരോന്നും ഇപ്പൊ നമ്മളോട് കാണാൻ പറയുന്ന കാഴ്ചപ്പാട് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് ഇവയെ നന്നായി കാണാനാണ്. ഇത് സഹിക്കലാണ്, അതിനെ ഒരു തരത്തിൽ അനുകൂലമാക്കി മാറ്റലാണ്. നമുക്കറിയാം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നറിയാം. എങ്കിൽ പോലും നല്ല മഴ എന്ന് പറയുമ്പോൾ അതിനുണ്ടാക്കുന്ന ഇഫക്റ്റ് പറയണം. നല്ല വെയില്, നല്ല ചൂട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ? ഉറങ്ങുന്നുണ്ടെങ്കിൽ പറഞ്ഞേ. നല്ല ചൂട്, നല്ല തണുപ്പ്. ഇപ്പൊ വയനാട്ടിലൊക്കെ പോയാൽ രാവിലെ നല്ല തണുപ്പാണ്. ഒരു 9 മണി വരെയൊക്കെ നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ അധികം കാലമായിട്ടില്ല പോയിട്ട്. അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ചെറിയ തണുപ്പാ സമയം, തണുപ്പ് വരാനിരിക്കുന്നേ ഉള്ളൂ. വരട്ടെ കുഴപ്പമില്ല. അപ്പൊ തിദിക്ഷസ്വ, നമുക്ക് അവയെ ആഗതയെ സ്വാഗതം എന്ന് പറയും. ആഗതയെ സ്വാഗതം. ഇനി അടുത്തതാണ് സമഭാവനയോടെ കാണാം. സമഭാവനയോടെ കാണുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും വെറുതെ സഹിക്കലല്ല. എങ്ങനെയാണോ സുഖത്തെ സ്വീകരിച്ചത് അതുപോലെ ദുഃഖത്തെയും സ്വീകരിക്കാൻ സാധിക്കണം. എങ്ങനെയാണോ ചൂട്, എങ്ങനെയാണോ തണുപ്പ്, എങ്ങനെയാണോ പ്രിയം, എങ്ങനെയാണോ അപ്രിയം. ഇവിടുത്തെ വാക്ക് പ്രിയ അപ്രിയങ്ങളാണ്. അതാണ് നമ്മുടെ വിഷയം. മനസ്സിലാവണ്ടേ? എങ്ങനെയാണോ ഇഷ്ടമായതിനെ സ്വീകരിച്ച് അതുപോലെ അനിഷ്ടമായതിനെ സ്വീകരിക്കാനായി നമുക്ക് സാധിക്കണം. എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടതിനെ സ്വീകരിച്ചത് അതുപോലെ അനിഷ്ടത്തെ നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണം എന്താന്ന് വെച്ചാല്, ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവാം. ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ഉദാഹരണം പറയാം. എന്താണ്?
ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ നീ അയോധ്യയുടെ രാജാവാണ്, നിന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പൊ രാമൻ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ നാളെ അച്ഛൻ എന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യും, നീയാണ് രാജ്യം നോക്കണം, നീയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ലക്ഷ്മണനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, കൈകേയിക്ക് വേണ്ടിയിട്ട് ദശരഥൻ രാമനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കൈകേയി പറഞ്ഞു നീ കാട്ടിലേക്ക് പോകണം, ഭരതൻ രാജാവാകും. അപ്പൊ രാമൻ എന്താ പറഞ്ഞത്? രാമൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. ഈ അയോധ്യ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കണം. കാട്ടിൽ പോയാൽ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അമ്മയ്ക്ക് എന്നോട് രണ്ടും രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് സന്തോഷമുണ്ടാക്കുന്നു, മറ്റേ സങ്കടമുണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളോട് പറയാണ്, ഇപ്പം നമ്മുടെ വീട്ടിൽ 4-5 മക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മളോട് ഒരു ദിവസം വിളിച്ചിട്ട് പറയണം, മോളെ ആ കാണുന്ന പറമ്പ് നിനക്ക് ഞാൻ തരണമെന്ന് ആലോചിക്കുന്നുണ്ട് എന്ന് എപ്പോഴേലും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തരാൻ ആലോചിക്കുന്നതിനുള്ള പറമ്പ് നമ്മുടെ ചേട്ടനോ ചേച്ചിക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. അപ്പം നമ്മളെന്ത് പറയും? എന്ത് നല്ല അച്ഛൻ, എനിക്ക് തരാമെന്ന് പറഞ്ഞ തെങ്ങും പറമ്പ് അനിയത്തിക്ക് കൊടുത്തു, നല്ല അച്ഛൻ എന്നാണോ പറയാ? തന്തയ്ക്ക് ചിഹ്നന്റെ ഇളകിയിട്ടാണ് തോന്നുന്നത്. എങ്ങനെയാണോ പറയാ? നിങ്ങൾ പറയാം പറമ്പോ ചിലപ്പോൾ അലമാരി, പണ്ടത്തെ കാലത്താണെങ്കിൽ അലമാരിയും മുണ്ടും പെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ പണ്ടം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. വേറെ ആൾക്ക് കൊടുത്താൽ നമ്മൾ എന്താ പറയുക? നിങ്ങൾ എന്താ പറയുക? നിങ്ങളാണെങ്കിൽ എന്താ പറയുക നോക്കണേ. രാമന് രാജ്യം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ രാമൻ അത് ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ നോക്കണം എന്ന് പറഞ്ഞു. രാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, നന്നായി, കാട്ടിൽ പോയി എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ കാണുന്ന മുറിയോ പറമ്പോ പെട്ടിയോ അലമാരിയോ ഒന്നല്ല പറഞ്ഞത്. ഇത്രയും വിശാലമായ രാജ്യം കൊടുത്ത് മണിക്കൂറുകൾക്കകം അത് തിരിച്ച് വാങ്ങിച്ച സമയത്ത് രാമൻ കാണിച്ചതാണ് സമഭാവന. രണ്ടിനെയും സമമായി കണ്ടു. നമുക്ക് പറ്റുമോ? പറ്റണം. കുറേശ്ശെ പറ്റും. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രിയ അപ്രിയങ്ങളെ, ഒന്ന് പ്രിയമായിട്ടുള്ള കാര്യമായിരുന്നു, മറ്റത് അപ്രിയമായ കാര്യമായിരുന്നു, അല്ലേ? ദ്വന്ദ്ങ്ങളാണ്, വിരുദ്ധങ്ങളായ ദ്വന്ദ്ങ്ങളാണ്. ഈ ദ്വന്ദ്ങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? സമഭാവനയോടെ. ഇപ്പൊ ഇവിടെ അതിന് ഉദാഹരണം പറയണത്, പ്രിയം പ്രാപ്യാന പ്രഹൃഷ്യേത്. പ്രിയം വരുമ്പോൾ, നമുക്ക് അനുകൂലമായി വരുമ്പോൾ, നമുക്ക് ഇഷ്ടമായി വരുമ്പോൾ അതിൽ അതിര് വിട്ടു പോകണ്ട. ഈ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വെറും യാന്ത്രികമായ യന്ത്രമനുഷ്യനാണെന്ന് ധരിക്കണ്ട. അനുകൂലമായി വരുന്നതും പ്രതികൂലമായി വരുന്നതും ഒക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളാണ്. പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. വെറുതെ സഹിക്കല്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കും. നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിച്ചു എന്ന് വരാം. നിവൃത്തി കിടന്ന് സഹിച്ചിട്ട് കാര്യമില്ല. അതല്ല, ഇപ്പൊ നമുക്ക് തന്നെ പല കാര്യങ്ങളിലും നമ്മുടെ ഇപ്പോൾ ഒരു പ്രായം കൂടി വരുന്നതോറും പലതിലും വിരക്തിയും ഒക്കെ വരും. അതെങ്ങനെയാണ്? കണ്ണിന് കാഴ്ചയൊന്നുമില്ല, അതുകൊണ്ട് സിനിമയൊന്നും കാണണ്ടെന്ന് വിചാരിച്ചു. കാഴ്ച ഉണ്ടെങ്കിൽ എന്തായിരിക്കും കഥ? നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്നാണ് പറയണത്, തിമിരത്തിൻ്റെ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ കാണാൻ പറ്റുന്നു. വായിൽ പല്ലൊന്നുമില്ല, അതുകൊണ്ട് ഉപ്പേരി കടിക്കാൻ ബുദ്ധിമുട്ടുള്ള അതൊന്നും വേണമെന്നില്ല, കാരണം പല്ലില്ല കടിക്കാൻ. അല്ലെങ്കിൽ ചെവി കേൾക്കാനില്ല, അപ്പം പാട്ട് കേൾക്കലൊക്കെ നിർത്തി. നല്ല ഷുഗറും പ്രഷറും അതും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത്തരം സാധനങ്ങളൊക്കെ, മധുരം കഴിക്കലൊക്കെ നിർത്തി. നിവൃത്തിയോട് കൊണ്ടാ, അല്ലേ? നമുക്ക് ഈ പനി ജലദോഷമൊക്കെ വന്നാൽ, ഇപ്പം മറ്റത് മനസ്സിലായി, ഇനി പനിയും ജലദോഷമൊക്കെ വന്നാലേ നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗംഭീര സാധനം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ ഒരു സ്വാദം ഉണ്ടാവില്ല. അപ്പം എന്തുണ്ടാവും?
ചെറിയൊരു ആ സമയത്തൊരു വിരക്തി ഉണ്ടാവും. അത് കഴിഞ്ഞാലോ 4 ദിവസം ആക്കി വെച്ചതിൻ്റെ ഒക്കെ അപ്പം തീർക്കും. ഏകാദശി കഴിഞ്ഞ പോലെയാ, അല്ലെങ്കിൽ ഷഷ്ടി കഴിഞ്ഞ പോലെയാ. ഏകാദശി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയും ത്രയോദശിയൊക്കെ വരുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം. അത് നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇത് എനിക്ക് അനുകൂലമായിട്ടുള്ളതാണ്, എൻ്റെ നില തെറ്റിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. പക്ഷെ അതിനോട് അമിതമായിട്ട് ഹർഷം ഉണ്ടാവുന്നില്ല. ഇഷ്ടം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും അല്ലേ? ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷവുമില്ല, അനിഷ്ടം കൊണ്ട് അസന്തുഷ്ടിയുമില്ല എന്ന് ഏതോ പുസ്തകത്തിൽ ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടേതര പ്രാപ്തിക്ക് അനുതാപവുമില്ല എന്നാണ് വരി. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷവുമില്ല, ഇഷ്ടേതര പ്രാപ്തിക്ക് അനുതാപവുമില്ല. എവിടെ? എവിടെ? ആരാ പറഞ്ഞത്? പറഞ്ഞതാരാണ്? അത് അങ്ങനെ പറഞ്ഞേ? എനിക്ക് എല്ലാവരും കാണാനില്ല. അങ്ങനെ പറഞ്ഞതാരാ? ഇപ്പൊ ഉത്തരം പറഞ്ഞതാരാ? ആരാ? നിങ്ങളാണോ പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞത്. ശരി, ഏറ്റെടുത്തിരിക്കുന്നു. അധ്യാത്മരാമായണത്തിലുള്ള ഒരു വരിയാണ്. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷവുമില്ല, ഇഷ്ടേതര പ്രാപ്തിക്ക് അനുതാപവുമില്ല. ഇതൊക്കെ ഇടയ്ക്ക് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം ഏറ്റവും ഗംഭീരമായ മലയാളത്തിലൊരു വേദാന്ത ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം. അപ്പോൾ അവിടേക്ക് ഈ സാധനം പറയുന്നുണ്ട്, പ്രിയ അപ്രിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയം വരുമ്പോൾ മതിമറന്നു പോകുന്നില്ല, നിലവിട്ടു പോകുന്നില്ല. അപ്രിയം വരുമ്പോൾ സങ്കടപ്പെട്ട് പോണില്ല, കഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കാര്യത്തിൽ ഇത് രണ്ടും നേരെ തിരിച്ചാണ്. ആണോ അല്ലയോ? അല്ലെങ്കിൽ അവ മാറ്റാനുള്ള പ്രയത്നം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? കുറച്ച് പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ചും സ്വാമിജിയുടെ ക്ലാസ്സൊക്കെ കേട്ടുമ്പോൾ സ്വാമിജിനെ എല്ലാ പ്രാവശ്യവും പറയുന്നതല്ലേ, നാണക്കേട്, കുറച്ചെങ്കിലും മാറ്റം വരുത്തണം എന്നെങ്കിലും നമുക്ക് തോന്നും അല്ലേ? പോരാത്തതിന് സ്വാമിജി ഒരു ബലം കിട്ടാൻ വേണ്ടി എല്ലാ സ്വാമിമാരെയും വിളിച്ചോണ്ടെന്ന് പറയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് മാത്രമാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. എല്ലാവരും പറയട്ടെ കുറച്ചെങ്കിലും ഇവർക്ക് മനസ്സിലാവുമല്ലോ. നമ്മളെ എവിടെ നിന്ന് കേൾക്കുമ്പോഴതൊക്കെ ഇത് പറയാൻ എളുപ്പമാണ്. നമുക്ക് അനുകൂലമായി വരുമ്പോഴും പ്രതികൂലമായി വരുമ്പോഴും എങ്ങനെ നിലപാടെടുക്കണം എന്നുള്ളത്. അപ്പം അനുകൂലമായി വരുന്നതിനോട് നമുക്ക് എപ്പോഴും പ്രിയമായിരിക്കും, പ്രതികൂലമായി വരുന്നത് നമുക്ക് എപ്പോഴും അപ്രിയം, അനിഷ്ടമായിരിക്കും. ഇവിടെ പറയാണ്, ബ്രഹ്മജ്ഞാനിയായ ആള്, ബ്രഹ്മത്തെ അറിഞ്ഞ ആള്, ബ്രഹ്മനിഷ്ഠനായുള്ള ആള്, അദ്ദേഹത്തിന് ഇത് രണ്ടും ഇല്ല. അനുകൂല പ്രതികൂലങ്ങളിൽ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട രീതിയിലല്ല, നമ്മളെപ്പോലെയല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാണ്? അദ്ദേഹം സ്ഥിരബുദ്ധിയാണ്. ഇപ്പം നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമുക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്ന് പറയാം. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പാവം, അത് മന്ദബുദ്ധിയാ അല്ലേ, ബുദ്ധിമാന്തി ഉള്ളതാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കേമമാണെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ? ഭഗവത്ഗീതയിൽ തന്നെ സ്ഥിരബുദ്ധിക്ക് മുമ്പൊരു പേര് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ. എന്താണ് പറയോ? സ്ഥിതപ്രജ്ഞൻ. സ്ഥി മാത്രമേ കേൾക്കാളോ. സ്ഥിതപ്രജ്ഞൻ. 18 ശ്ലോകങ്ങളിലാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞനെ അവിടെ വ്യക്തമാക്കിയത്. 18 ശ്ലോകങ്ങളിൽ. ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞഃ തഥാ ഉച്യതേ എന്നാണ് പറഞ്ഞത്. തന്നിൽ തന്നെ ആരാണോ സ്വയം ആനന്ദിച്ചിരിക്കുന്നത്, തുഷ്ടനായിരിക്കുന്നത്, ദുഷ്ടനല്ല, തെറ്റ് കേൾക്കല്ലേ, സ്വാമി പറഞ്ഞു ദുഷ്ടനായാൽ ദുഷ്ടനല്ല, തുഷ്ടൻ, സന്തുഷ്ടൻ കേട്ടോ. തന്നിൽ തന്നെ ആരാണോ ആനന്ദിച്ചിരിക്കുന്നത്, സന്തുഷ്ടോടുകൂടിയിരിക്കുന്നത്, അയാളാണ് സ്ഥിതപ്രജ്ഞൻ.
മനോഗതാൻ കാമാൻ, മനസ്സിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ വെടിഞ്ഞ ആള്. എന്നിട്ടോ തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്ന ആൾ ആരാണോ അയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങിയത്. അതിനെയാണ് അല്ലെങ്കിൽ വിശദീകരിച്ചത് തുടർന്ന്. അതാണ് സ്ഥിരബുദ്ധി, സ്ഥിരമായ ബുദ്ധി, ഉറച്ച ബുദ്ധി, നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി, വ്യവസായാത്മികയായ ബുദ്ധി എന്ന് വേറൊരു പദം. ഇതാർക്കാണോ ഉള്ളത് അയാളാണ് സ്ഥിരബുദ്ധിയായിട്ടുള്ള ആൾ. അപ്പൊ നമ്മൾ സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണോ? നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, അയാൾക്ക് സ്ഥിരബുദ്ധിയുള്ള ആളല്ലാന്ന് പറയും. എന്ന് പറയാൻ എന്തോ കുഴപ്പമുണ്ടെന്നാ, സംതിങ് റോങ്. അപ്പൊ നമുക്ക് സ്ഥിരബുദ്ധി ഉണ്ടെന്നാ. എന്നാൽ ഇത് വായിക്കുമ്പോഴോ നമുക്കെന്നെ സംശയം. അപ്പൊ നമുക്ക് സ്ഥിരബുദ്ധിയാണോ അസ്ഥിരബുദ്ധിയാണോ അതോ വേറെ ഏതെങ്കിലും ബുദ്ധിയാണോ? എന്താ സ്ഥിരബുദ്ധിയുടെ ലക്ഷണം? സ്ഥിരബുദ്ധി ശരിക്കും പറഞ്ഞാൽ വേദാന്ത പഠനത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്ന 4 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാണെന്ത്? വിവേക ബുദ്ധി. വിവേകം വേണമെന്നാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ അതിനെ വകതിരിവ് എന്ന് പറയും. പണ്ടത്തെ ആൾക്കാരും വകതിരിവ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് പറയും. വകതിരിവ് എവിടെ കിട്ടില്ലാന്ന്? കടയിൽ നിന്നേ മറ്റു പലതും വാങ്ങിക്കാൻ കിട്ടിയതാണ്, വകതിരിവ് കിട്ടില്ല. അത് സാധാരണ ലോകത്തെ കാര്യങ്ങളുമായിട്ടുള്ള വകതിരിവാണ്. ശരിക്കുള്ള വകതിരിവ് എന്താണ്? വിവേകം എന്താണ്? എന്താ ശരിക്കുള്ള വിവേകം? വിവേകഃ കഃ? നിത്യാനിത്യ വസ്തു വിവേകഃ. നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം. നിത്യാനിത്യ വസ്തു വിവേകം. എന്ത്? ആത്മ അനാത്മ വിവേകം. നിത്യമായത് എന്താണ് അനിത്യമായത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. നിത്യാനിത്യ വസ്തു വിവേകം. ശരിക്കും ആ വിവേകത്തോട് കൂടിയിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? അപ്പൊ നിങ്ങളൊക്കെ ആയിരിക്കാം. നിത്യവസ്തു ഏതാണ് അനിത്യവസ്തു ഏതാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവം അനിത്യം. നിത്യമായ ഒന്ന് വസ്തു ഏകമായിട്ടുള്ള ബ്രഹ്മം മാത്രമാണ്. അതിൽ നിന്ന് വേറിട്ടതൊക്കെ എന്താണ്? അനിത്യമാണ്. അതാണ് നിത്യാനിത്യ വസ്തു. അതാണ് സ്ഥിരബുദ്ധി, അതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഈ കാണുന്നതെല്ലാം എന്താണ്? അനിത്യമാണ്. നമ്മൾ ഉൾപ്പെടെ, ഈ ഇരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ എല്ലാം എന്താണ്? അനിത്യമാണ്. നമ്മൾ അനിത്യത്തിലാണോ നിത്യത്തിലാണോ കൂടുതൽ പ്രയത്നിക്കുകയും ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്? അനിത്യം മാത്ര. ശരിക്കും ആലോചിച്ച് നോക്കണേ. നമ്മുടെ ബുദ്ധി നമ്മൾ സ്ഥിരബുദ്ധിയാന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതിലേക്കാണ് നമ്മുടെ കൂടുതൽ ഫോക്കസ് പോകുന്നത്? എവിടെയാണ് നമ്മൾ? അനിത്യമായ കാര്യങ്ങളിലാണോ നിത്യമായ കാര്യങ്ങളിലാണോ? സുഖം തന്നെ എടുക്കട്ടെ. നിത്യമായിട്ടുള്ളതാണോ അനിത്യമായിട്ടുള്ളതാണോ? അനിത്യമായിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ എന്താ പറയാ, ബ്രഹ്മജ്ഞാനം നേടിയ ആളെ ലക്ഷണമാണ് സിദ്ധസ്യ ലക്ഷണാനി സാധകസ്യ സാധനാനി എന്നാണ്. സിദ്ധന്റെ ലക്ഷണം സാധകന് സാധനയ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ നേടിയ ആളാണ്, ബ്രഹ്മജ്ഞാനം നേടിയ ആൾ. അയാളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ആർക്കോ എപ്പോഴോ എവിടെയോ കിട്ടുന്ന ഒരു സംഭവം മാത്രമല്ല, ഓരോരുത്തർക്കും ആവാൻ സാധിക്കുന്നതാണ്. പക്ഷെ അപൂർവം ആൾക്കാരെ ആവുണ്ടാവും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. ആ 1000ങ്ങളിൽ ഒരാളാണ് ഇതിനൊക്കെ പ്രയത്നിക്കുന്നത്. അതിലൊരാളാണ് ആ പദത്തെ നേടുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരബുദ്ധിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നാട്ടുകാരുടെ വീട്ടിലോ വീട്ടുകാരിലോ നമ്മളൊക്കെ സ്ഥിരബുദ്ധിയാണ്. ചിലപ്പോൾ അവർ പറയണ്ടാവും, പ്രാന്ത, ആ
കൊളത്തൂർ ആശ്രമത്തിൽ പോയിട്ട് അന്തര്യോഗം എന്നൊക്കെ പോയിരിക്കുക. സ്ഥിരബുദ്ധിയൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ്. കണ്ണി കണ്ട ആശ്രമത്തിലൊക്കെ പോയിരിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ ഭഗവത്ഗീതയും ഭാഗവതും അതും ഇതൊക്കെ പഠിപ്പിക്കാൻ നോക്കും. സ്ഥിരബുദ്ധിയൊക്കെ പോയിന്നാണ് തോന്നുന്നത്. എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരൊക്കെ പറയാൻ ഇടയുണ്ട്. അത് കാര്യമാക്കണ്ട, നമ്മൾ പറയാൻ നിന്നാൽ മതി. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോഴേ എവിടെ പോയിരുന്നു? ആശ്രമത്തിൽ പോയി. കഷ്ടം. ക്രിസ്മസ് വെക്കേഷൻ വെറുതെ കളഞ്ഞല്ലോ. 5 ദിവസം ആ സ്വാമിക്ക് ഭ്രാന്ത. പിന്നെ അവിടെ വരുന്ന സ്വാമിമാർക്ക് എല്ലാത്തിനും ഭ്രാന്ത. നിങ്ങൾക്കും ഭ്രാന്ത എന്നാരും പറയും. നമ്മളെപ്പോലെ സ്ഥിരബുദ്ധി ഉണ്ടെന്ന് അഭിമാനിക്കുന്ന എല്ലാ ആൾക്കാരും പറയും. ശരിക്കും ആലോചിച്ച് നോക്കൂ, എത്ര ഗംഭീരമായിട്ടാണ് നമ്മളോട് ഈ ലോകത്തിൻ്റെ അയഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇല്ലായതായ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു പ്രയത്നം ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരാളെ നമുക്ക് കാണിച്ചു തരാൻ പറയാൻ നമ്മൾ വിശ്വസിക്കൊന്നുമില്ല. കാണിച്ചു തന്നാൽ പോലും ഇപ്പോൾ ഇങ്ങനൊരവസ്ഥയെ പ്രാപിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം ഈ ലോകത്തെ നോക്കി കാണേണ്ടത്? അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. അദ്ദേഹം ഏറ്റവും അനുകൂലമായി വരുന്ന കാര്യത്തിൽ അതിൽപ്പെട്ട് നിലവിട്ടു പോകുന്നില്ല. ഏറ്റവും പ്രതികൂലമായ കാര്യത്തിൽ തകർന്നു പോകുന്നില്ല. ബുദ്ധി സ്ഥിരമായിരിക്കുന്നു. ഇളകാത്ത ബുദ്ധി, നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി, അചഞ്ചലമായ ബുദ്ധി. കാരണം എന്താണ്? ഇതൊക്കെ അനിത്യമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അനിത്യമായതിന് ഇതൊക്കെ സംഭവിക്കും. അനിത്യമായതിൽ വരാം, പോകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കും. നിത്യമായത് എന്താണ്? എന്നുള്ളതാണ്. ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ, ഇല്ലാതെ പോകയില്ലുള്ളതൊന്നും, ദേഹിക്കു നാശമുണ്ടാകയില്ല, ദേഹം നശിച്ചിടുമെന്നാലും. ഇല്ലാത്തത് ഉണ്ടാകയില്ല, ഉള്ളതിന് ഇല്ലായ്മയുമില്ല, എന്നുമുള്ളതാണ്. അപ്പൊ എന്നുമുള്ളതിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ വിഷാദിച്ചിട്ടോ മനസ്സ് പുണ്ണാക്കിയിട്ടോ ഒരു കാര്യമില്ല. അതെന്നുമുള്ളതാണ്. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥിരബുദ്ധിയായിട്ടിരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാണ്? അസമ്മൂഢ, മൂഢനല്ലാത്തവനാണ്, സമ്മൂഢനല്ലാത്തവനാണ്. മൗഢ്യമില്ല. നമ്മുടെ മൂഢത എന്താണ്? നമ്മുടെ മൂഢത ഈ ലോകമൊക്കെ ശരിയാണ് എന്ന് ധരിച്ച് വശായിട്ടുള്ളതാണ്. നമ്മളെ പോലെ അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്ത് പറയും? മണ്ടൻ, ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി എന്ന് വിളിക്കും. എന്ന് പറയാൻ നമ്മളെ പോലെ മൂഢനായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വിളിക്കണ്ട അവരെ. അസമ്മൂഢനായിട്ടുള്ള ആളാണ്. മൂഢത ഇല്ലാത്തവനാണ്. കാരണം മൂഢത്വം ശരിക്കും നമ്മൾ നോക്കിക്കാണുന്നത് ഈ ലൗകികമായ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് നമ്മൾ മൂഢനെയും മറ്റുള്ളതൊക്കെ അളക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം മറ്റുള്ളവർക്ക് അത്രയൊന്നും അറിയില്ല. വിഡ്ഢി, മൂഢൻ എന്നൊക്കെ പറയില്ലേ. ഏത് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടില്ല, അനിത്യമായ വസ്തുക്കളുടെ കാഴ്ചപ്പാടിൽ നോക്കി കണ്ടിട്ടാണ് നമ്മൾ അയാൾ അങ്ങനെയാണ്, ഒന്നും അറിയാത്തവനാണ്, മണ്ടനാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാത്ത ആള് അല്ലെങ്കിൽ ചെറിയ ക്ലാസ് വരെ മാത്രം 10ാം ക്ലാസ് വരെ പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്? മണ്ടനാണ്, ഒന്നിനും കൊള്ളില്ല, 10ാം ക്ലാസ് പോലും പാസ്സാകാൻ പറ്റാത്തവനാണ്. ഞാനാണെങ്കിലോ 2-3 PhDയും MAയും അതും ഇതും ഒക്കെ എടുത്തിട്ടുള്ള. എന്തിലാണ്? ഈ ലോകത്ത് കാണുന്ന പല പല കാര്യങ്ങളിലാണ്. ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ എന്ത് പറ്റും? ലോകത്തെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. അതാ വലിയ കഷ്ടം. സ്പെഷ്യലൈസേഷൻ ആകുമ്പോഴേ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. കടയിൽ പോയാൽ വെള്ളരിക്ക ഏതാ, കുമ്പളങ്ങ ഏതാ, മത്തങ്ങ എന്താന്ന് അറിയില്ല. അത് കറിയിലിട്ട് വെച്ചാലും മനസ്സിലാവില്ല. നമ്മുടെ സ്പെഷ്യലൈസേഷൻ്റെ ഒരു പോക്കിൻ്റെ കാര്യം പറയാം. അപ്പം അവരാണ് അഭിമാനിക്കുന്നത് എന്ത്? ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന്. എന്നിട്ടോ മറ്റുള്ള ആൾക്കാരെ മൂഢൻ, മന്ദൻ, മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കും. ഇവിടെ അതല്ല.
അനിത്യമായ കാര്യങ്ങളിലല്ല, നിത്യമായ എന്നുമുള്ളതായ ബ്രഹ്മം. ബ്രഹ്മം എന്താന്നൊക്കെ പലപ്പോഴും പറഞ്ഞു. ബൃഹത്വാത് ബ്രഹ്മണത്വാത് ബ്രഹ്മ ഉച്യത എന്നാണ്. ബൃഹത്തായതുകൊണ്ട്, വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട്, എങ്ങും നിറഞ്ഞിരിക്കുന്നത് അത് ബ്രഹ്മം. എങ്ങുമുള്ളതാണ്, എന്നുമുള്ളതാണ്, ഒരുപോലെയുള്ളതാണ്, എല്ലായിടത്തുമുള്ളതാണ്, എന്നും എല്ലാമായിരിക്കുന്നതാണ്. അതിനെ അറിഞ്ഞാണ് ബ്രഹ്മവിത്ത്. വിത് അറിയുക, വിത് ജ്ഞാനി, ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ്. ഇനിയോ ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആളാണ്. നമ്മളെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ബ്രഹ്മത്തിലാണോ ഭ്രമത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്? ചെറിയ വ്യത്യാസമല്ലോ. ബ്രഹ്മവും ബ്രഹ്മം ചിലപ്പോൾ തലക്കടിച്ചാൽ ഭ്രമം വരും. അങ്ങനെ ചില ആൾക്കാർക്ക് ബ്രഹ്മം തലക്കടിക്കും. തലക്കടിച്ചാൽ പിന്നെ അയാൾ എങ്ങനെ ഇരിക്കും? എന്താ ഭക്ഷണം വേണ്ട, വേണ്ട, സൗകര്യം ഞങ്ങൾ കഴിച്ചോളാം. ബ്രഹ്മം തലക്കടിക്കാണ് നോക്കണേ. ഭ്രമമാവാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഭ്രമിക്കുകയാണ്, ഈ ലോകത്തിൽ ഭ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? ബ്രഹ്മത്തെ കാണാൻ സാധിക്കുന്നില്ല. നമുക്കെന്താ കാണാൻ സാധിക്കുന്നത്? ബ്രഹ്മത്തിന്റെ ആ മായാ കാര്യമായ ലോകമാണ് നമുക്ക് കാണുന്നത്. ബ്രഹ്മാശ്രയ മായാ അസ്തി, ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായാ അസ്തി. ആ മായയുടെ കാര്യമാണ് ഈ കാണുന്ന ജഗത്ത്. ഈ ജഗത്തിലാണ് നമ്മൾ. അപ്പൊ ബ്രഹ്മത്തെ എങ്ങനെ അറിയും? അപ്പൊ നമ്മൾ ഭ്രമത്തിലാവും, മായയുടെ വിക്ഷേപത്തിലാവും. അപ്പൊ നമുക്ക് ബ്രഹ്മത്തിലിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെവിടെ ഇരിക്കും? സംസാരത്തിൽ. അനിത്യമായ വസ്തുക്കളിലിരിക്കും. അനിത്യമാണ് ഈ ദേഹം മുതൽ സകലതും. അതിലിരിക്കുമ്പോൾ നമുക്ക് ബ്രഹ്മത്തിലിരിക്കാൻ പറ്റുമോ? ഇവിടെ ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ ഇരിക്കുക. ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ നമ്മുടെ സ്വാമിജിയുടെ ഇതിന് വന്നിരുന്നേ, എന്താ പറയുക, ശതിപൂജയ്ക്ക്. അപ്പം അന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച എന്താ പറയുക, ബ്രഹ്മസ്വരൂപഹൻ സ്വാമി ഒരു ചെറിയ കഥ പറയുണ്ടായി, ശ്രീനാരായണ ഗുരുദേവൻ്റെ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് ആരോഗ്യം മോശമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു അത്രേ, കരഞ്ഞു അത്രേ. അപ്പോൾ ഉള്ളൂർ ചോദിച്ചു അത്രേ, എന്താ ഗുരുദേവൻ കരയുകയാണോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു അത്രേ, അതിന് നാം അല്ലല്ലോ കരയുന്നത്. ഇതൊരു ഗംഭീര സംഭവം എന്നറിയും. നമുക്കറിയാൻ പറ്റുമോ? പറയാൻ പോട്ടെ, അതിന് നാം അല്ലല്ലോ കരയുന്നത്. നമ്മൾ അത്രയധികം താതാത്മ്യം പ്രാപിച്ചിരിക്കുക ഈ ദേഹവുമായിട്ട്, ഈ കാണുന്ന സകലതുമായിട്ട്. അതുമായി താതാത്മ്യം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അതിലെ അനുകൂലവും അതിലെ പ്രതികൂലവും ഒക്കെ നമ്മളെ ബാധിക്കും. ഇദ്ദേഹം അതുമായി താതാത്മ്യം പ്രാപിക്കാത്തത് കൊണ്ടാണ്, ബ്രഹ്മജ്ഞാനി അതുമായി താതാത്മ്യം പ്രാപിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇതൊന്നും യേശില്ല. യേശു എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ. യേശു അല്ല, അത് 25-ാം തീയതി കഴിഞ്ഞു പോയി. യേശുക മലയാളത്തിൽ നമ്മളെ ബാധിക്കില്ല. മനസ്സിലാവുണ്ടോ? നമ്മളെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ. നമ്മൾ ഈ സംസാരത്തിൽ സ്ഥിതി ചെയ്യുന്നു, അദ്ദേഹം ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്തായാലും സ്വാമിജീൻ്റെ ഭാഷയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കാരണം ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ വല്ലതും പറഞ്ഞാൽ അത് കൂടുതലായി പോകും. എത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം. ഇത് രണ്ടും വളരെ കേമമായിട്ട് ഉടനീളം നമുക്ക് കാണാം. ഇപ്പൊ ദ്വന്ദ്ങ്ങൾ വരുമ്പോൾ എങ്ങനെ അവയെ സമീപിക്കണം, സമഭാവനയോടെ കാണണം എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായ കാര്യം. സമം ബ്രഹ്മ എന്നാണ്. ആ സമം എന്നുള്ള വാക്ക് തന്നെ ബ്രഹ്മമാണ്. അപ്പൊ ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത. ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത് അയാൾ ബ്രഹ്മമായി തീരുന്നതാണ്. ബ്രഹ്മവിത്
ബ്രഹ്മൈവ ഭവതി എന്നാണ് ഉപനിഷത്ത്. ബ്രഹ്മത്തെ അറിഞ്ഞ ആള് ബ്രഹ്മമായി തന്നെ തീർന്നു. അതാണ് ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. തിഷ്ഠധാതു, അതിൽ തന്നെ നിലകൊള്ളുക. അപ്പൊ നമ്മളെവിടെ നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ സ്വയം നോക്കുക. അപ്പൊ നമുക്ക് എവിടെ നിലകൊള്ളണം? എവിടെ എത്തണം? ബ്രഹ്മത്തിൽ നിലകൊള്ളണം. ബ്രഹ്മത്തിൽ നിലകൊള്ളണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴുള്ളതിൻ്റെയൊക്കെ വാസ്തവികത അല്ലായ്മ, അവാസ്തവികത അല്ലെങ്കിൽ യാഥാർത്ഥ്യമില്ലായ്മ, അയാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമാണ് പ്രിയാപ്രിയങ്ങളെ നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കും. ഇനി അടുത്ത ശ്ലോകം കൂടിയും പറയാം, കാരണം അതുകൂടി ഞാൻ പറയണം. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ. ബാഹ്യസ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്? പുറമേക്ക് തുറന്നു വെച്ചിട്ടുള്ളതാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പരാഞ്ചികാനി വ്യതൃണ സ്വയംഭൂ എന്ന് പറഞ്ഞിട്ട് ഏതൊരു പുസ്തകത്തിൽ ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെയോ? ആ, എന്നായിക്കോട്ടെ. ഏതൊരു കട അത്രേ. ഇതെല്ലാം പുറമേക്ക് തുറന്നു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണും കാതും നാക്കും മൂക്കും ഒക്കെ എന്താണ്? പുറമേക്കാണ് അല്ലേ. അതുകൊണ്ട് ബാഹ്യമായ നമുക്ക് പുറമേയുള്ള വിഷയങ്ങളെയാണ് അവ അറിയുന്നത്. ആന്തരികമായ എന്തിനെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അറിയാൻ സാധിക്കില്ല. ഈ ബാഹ്യ വിഷയങ്ങളിൽ അസക്താത്മാ, ആസക്തിയില്ലാത്തവനായിരിക്കുന്നവനാരോ. ഈ പുറമേയുള്ള വിഷയങ്ങളിലൊക്കെ ആസക്തിയുണ്ട്. ആർക്ക്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ നമുക്ക് ആസക്തി ഉണ്ട്. ഇല്ല തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ആ, ഞാനിവിടെ ഘോരം ക്ലാസ് എടുത്തിരിക്കുക. ബ്രഹ്മം, നിങ്ങൾ ബ്രഹ്മത്തെ അറിയുമോ? സ്വാമിജി ഒന്ന് ശല്യപ്പെടുന്നത് പതുക്കെ സംസാരിക്കുക. അവിടെ ആരോ സംസാരിക്കണം, ഞങ്ങൾ അത് ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ ഉറക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പുറത്തുനിന്ന് പറയുന്നത് കേൾക്കാനുമില്ല. ഞങ്ങൾ തമ്മിലേക്ക് സംസാരിക്കാനും ഒന്ന് അല്ലേ. അല്ലെങ്കിൽ ശബ്ദമാവണമെന്നില്ല, ഗന്ധമാകാം അല്ലേ. എന്ത് വേണമെങ്കിൽ ആവാം. നല്ല കാറ്റും നല്ല കസാരയും നല്ല ഉറപ്പും. ആകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ആ സ്വാമിയുടെ ശബ്ദം വന്ന് ആ സുഖ സ്പർശം അത് നഷ്ടപ്പെടുത്തും. ആ ആനന്ദം ബ്രഹ്മത്തിനെ അടിച്ചു കിരിക്കുക. അതിനെ ഭേദിക്കാനായിട്ട് ഘോരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഭാഗ്യസ്പർശേഷു ചോരെ ഭാഗ്യസ്പർശേഷു. നമ്മൾ ഭാഗ്യസ്പർശങ്ങളിൽ നമ്മൾ അറിയാതെ കണ്ട് പോകും. പ്രത്യേകിച്ചും വേദാന്തൊക്കെ എടുത്താൽ പറയേ വേണ്ട. നമ്മൾ എന്തിലേക്കാ പോവാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ശരീരം വേണമെങ്കിൽ സ്വാമിക്ക് സമ്മാനമായിട്ട് ഇരിക്കട്ടെ. അത് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിങ്ങനെ സ്വാമിയെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വാമി വിചാരിക്കും, ഓ എന്തൊരു ശ്രദ്ധയാണ് എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഉച്ചക്കൽ സമയമായതുകൊണ്ട് അങ്ങനെയല്ല, അതെ അങ്ങനെയാണോ, അതെ. ചില സമയത്ത് ചോദിക്കാതെ കൊണ്ട് അതെ. അപ്പഴാ മനസ്സിലാവും എന്ത് നമ്മള് മറ്റോടത്ത് എത്തിയിരിക്കുക. നമ്മൾ എങ്ങനെയൊക്കെയാണ് എവിടേക്കൊക്കെയാണ് നമ്മുടെ കൈവിട്ട് പോണതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. ഭാഗ്യസ്പർശങ്ങളിൽ നമ്മൾ ആസക്തി ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായിക്കൊണ്ടായിക്കോളും. ഭാഗ്യവിഷയങ്ങൾ അല്ലേ, അത് ശബ്ദമായാലും സ്പർശമായാലും രൂപമായാലും രസമായാലും ഗന്ധമായാലും ഒക്കെ. ഇന്ന് എന്തായിരിക്കും? അടുക്കള കുറച്ച് അകലെയ കാരണം കുഴപ്പമില്ല, അത്ര അകലെയാണല്ലേ. സ്വാമിജി വളരെ ശ്രദ്ധിച്ച് പണിതല്ല, അല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നമാവും.
ഇന്ന് സാമ്പാറാണോ അതോ മോര് വെച്ച് കൂട്ടാനാണോ, വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയാണോ, എന്തോ അന്തര്യോഗ എന്നൊക്കെ പറയുന്നുണ്ട്. അന്തര്യോഗ ആണെങ്കിലും ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ കയറണ്ടേ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചോ നിങ്ങള്? ചായ കുടിച്ചോ? ആ പിന്നെ പറയേ വേണ്ട, ചായ മാത്രമല്ലോ, കടിക്കാൻ എന്തെങ്കിലും ഇല്ലേ? ഇന്ന് ബിസ്ക്കറ്റ് വെറുതെ അല്ല മണമൊന്നും വരാഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണം വരണ്ട, വല്ല വടയുടെയോ പഴംപൊരിയുടെയോ ഒന്നും കാണാം. അപ്പൊ ബിസ്ക്കറ്റ് ആയിരിക്കും മിക്കവാറും ഈ ഷുഗറുകാർ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ എവിടേക്ക് വേണമെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകും. ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും ബലാത്കാരമായി കൊണ്ടുപോകുന്നു. 2-ാം അധ്യായം മുതലേ പറയുന്നുണ്ട്, മനസ്സിനെയും ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു. ഈ ബാഹ്യ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവനാരോ അതാണ് ഈ ബ്രഹ്മജ്ഞാനിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എത്ര കണ്ട് അങ്ങനെ സാധിക്കുന്നു നോക്കണേ. നമ്മൾ ബ്രഹ്മജ്ഞാനി ആയാലും ഇല്ലെങ്കിലും നമുക്ക് എത്ര കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്, ഫാനൊക്കെ ഓഫാക്കി, എന്തായിരിക്കും നിങ്ങൾ എന്താ ചെയ്യുക? സ്വാമിയുടെ പ്രഭാഷണം കഴിയാൻ നശിച്ച പ്രഭാഷണം. നമ്മൾ ഫാൻ വെറുതെ ഓഫാക്കിയാൽ മതി, അപ്പം നമുക്ക് ഉഷ്ണം തുടങ്ങും. അധികം സമയം ഒരു അടുത്ത സെക്കൻഡിൽ നമ്മൾ എന്നാലും ഈ ചെയ്തു അനന്തപുരി സ്വാമിയുടെ സത്സംഗം. ശരിക്കും നമ്മൾ അറിയാതെ കണ്ട് ഇതിലൊക്കെ ആസക്തരായിട്ടുള്ള ആൾക്കാർ, സംശയം ഇത് ഇപ്പൊ ഓഫാക്കി കാണാം, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഉഷ്ണിക്കുന്ന പോലെ തോന്നും, ഉഷ്ണിച്ചില്ലെങ്കിലും. എന്തൊക്കെ സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ ചേർന്നിരിക്കണേന്ന് അറിയോ? ഓരോന്ന് നോക്കിയാൽ മതി, നമ്മൾ എത്ര കണ്ട് ഓരോന്നിലും ആസക്തിയുള്ളവരാണ്. അസക്താത്മാ. ചിന്മയാനന്ദ സ്വാമിജി പറയേ, ദിവസം എന്ത് ചെയ്യണം വെച്ചാല് ഇൻട്രോസ്പെക്ട് ഡെയിലി എന്നാണ്. ഇൻട്രോസ്പെക്ട് ഡെയിലി. ഇൻട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി നമ്മളെക്കുറിച്ച് വിചിന്തനം ചെയ്യണം. ഇൻട്രോസ്പെക്ട് ഡെയിലി. ഡിറ്റക്ട് ഡെലിജന്റ്ലി. എന്നിട്ട് നമ്മൾ വേണ്ട വിധത്തിൽ കണ്ടുപിടിക്കണം എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. എന്താണ് പ്രശ്നം എന്ന് ഡിറ്റക്ട് ഡെലിജന്റ്ലി. നെഗേറ്റ് റൂത്ത്ലെസ്ലി. നമുക്ക് കുഴപ്പമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തള്ളിക്കളയണം. നിഷ്കരുണം കളയണം. നെഗേറ്റ് റൂത്ത്ലെസ്ലി. അയ്യോ എൻ്റെ സ്വന്തം അസൂയല്ലേ, എങ്ങനെ കളയും, നാട്ടുകാരെന്ത് പറയും, പിന്നെ അസൂയ ഇല്ലാത്ത ആളായി എന്ന് പറയില്ലേ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കളയണം, നിഷ്കരുണം കളയണം. നെഗേറ്റ് റൂത്ത്ലെസ്ലി. അടുത്തതാണ് പ്രധാനം, സബ്സ്റ്റിറ്റ്യൂട്ട് വൈസ്ലി. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് വൈസ്ലി? വയസ്സ് ബുദ്ധി, മറ്റേ വയസ്സല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് പകരം വെക്കണം. ഏറ്റവും നല്ലതിന്, ഉദാത്തമായതിനെ പകരം വെക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ബുദ്ധിപരമായി തന്നെ വെക്കണം. ഗ്രോ സ്റ്റഡിലി. നന്നായി ശരിക്ക് വളരണം. ഇത് നമ്മുടെ പ്രത്യേകിച്ചും ഈ ഇന്ദ്രിയങ്ങളും മനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാധകൻ ചെയ്യേണ്ട കാര്യമാണ്. ഇൻട്രോസ്പെക്റ്റ് ഡെയിലി, ദിവസവും നിത്യവും എപ്പോഴും. അടുത്തത് ഡിറ്റക്റ്റ് ഡെലിജന്റ്ലി. കണ്ടുപിടിക്കണം എന്താ കുഴപ്പമെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ നെഗേറ്റ് റൂത്ത്ലെസ്ലി. ഒരു കരുണയും കാണിക്കാൻ പാടില്ല ആരോട്? നമ്മളോട്. സബ്സ്റ്റിറ്റ്യൂട്ട് വൈസ്ലി. ശരിക്കും ഉദാത്തമായതിനെ പകരം വെക്കാൻ സാധിക്കണം. ഗ്രോ സ്റ്റഡിലി. ഇപ്പൊ സ്റ്റഡി ആയിട്ടൊന്നല്ല പോക്ക്. ഇൻട്രോസ്പെക്ട് ഡെയിലി, ഡിറ്റക്ട് ഡെലിജന്റ്ലി, നെഗേറ്റ് റൂത്ത്ലെസ്ലി, സബ്സ്റ്റിറ്റ്യൂട്ട് വൈസ്ലി. അല്ലല്ല, ഭാവം വന്നെങ്കിൽ വന്നാൽ മതി. പിന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. നമ്മൾ സ്വയം ഒരു വിമർശനപരമായിട്ട് നമ്മൾ ദിവസവും നിത്യവും നമ്മൾ ചിന്തിക്കണം. അത് നടന്നാൽ ബാക്കിയൊക്കെ ക്രമത്തിൽ വരും.
നമ്മൾ എന്തിലൊക്കെ ആസക്തരാണ് എന്ന് നമ്മൾ നോക്കുക. നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കൂ. ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ പറഞ്ഞാലല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഷർട്ടും മുണ്ടൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കി. ഈ ഷർട്ട് പോലെ തന്നെയല്ലേ മുണ്ടിൻ്റെ നിറം. കാരണം കുറേ നിറത്തിലുള്ള ഇതുണ്ട്. ഈ ചിദാനന്ദപുരി സ്വാമിയുടെ ഇതുപോലെ ഒന്നല്ല, ഇത് പല കളറാണ് ചിന്മയ മിഷനിൽ. അപ്പം ഞാൻ അങ്ങനെ വെച്ച് നോക്കും. അല്ലെങ്കിൽ ആൾക്കാർ വഴി കൂടെ പോകുമ്പോൾ എന്താ സ്വാമിയുടെ മുണ്ടൊരു നിറം, ഷർട്ട്. അപ്പം എന്തിനാ അത്? നിങ്ങളൊന്നും ചെയ്യാറില്ല അതൊന്നും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണേ. ഇതുപോലും നമുക്ക് എന്താണ്, നമ്മൾ ആസക്തമാണ് ഓരോന്നിലും. ഇപ്പൊ പിന്നെ ഈ കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഒരു എന്താ പറയുക, പുതിയ ഫാഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓരോന്നും എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ആസക്തരായിരുന്നു. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇങ്ങനെ എന്തിലൊക്കെയാ. ഇപ്പം നമ്മൾ അറിയാതെ എന്തൊക്കെ എന്താ പറയുക, വസ്തുക്കളുടെ, എന്തൊക്കെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ അവയുടെയൊക്കെ അടിമകളായിട്ടുണ്ടാവും അറിയാം നമ്മൾ. ഏതെങ്കിലും ബ്രാൻഡ്, ഇന്ന ബ്രാൻഡ് ഉപയോഗിക്കൂ. നിങ്ങൾ നോക്കിയാൽ മതി, രാവിലെ തേക്കുന്ന പേസ്റ്റ്, ബ്രഷ്, ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിയാൽ അത് നല്ലതാണോ? നല്ലതായിട്ടൊന്നും ആവില്ല. ചിലപ്പോൾ ഏതെങ്കിലും സിനിമാ നടന്മാരോ ക്രിക്കറ്റുകാരോ പറഞ്ഞിട്ടുണ്ടാവും ഗംഭീരാന്ന്. നമ്മൾ ഉപയോഗിക്കും. പിന്നെ അതില്ലെങ്കിൽ നമുക്ക് എന്തോ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ സാധിക്കാത്ത ആൾക്കാരില്ലേ? ഇല്ലേ? രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാവണ ആൾക്കാരില്ലേ? അത് കട്ടൻ തന്നെ കുടിച്ചില്ലെങ്കിൽ, സുലൈമാനി ഇല്ലെങ്കിൽ നോക്ക്, നമ്മളൊക്കെ എത്രയാണ് ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയോ? എന്നിട്ട് കള്ളുടിയന്മാരെ പറയുകയും ചെയ്യും. നമ്മൾ എന്തിലൊക്കെ ആസക്തരാണ്. ഇവിടെ പറയാ അസക്താത്മാ, ആസക്തി ഇല്ലാത്തവരായി. 2 മിനിറ്റ് കൂടെ ഉള്ളു അല്ലേ? നോമിന് മനസ്സിലായി. ഭാഗ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത് സുഖം. അപ്പൊ ആസക്തി ഇല്ലാത്തവരാവണം. എന്നിട്ടോ ആത്മനി, തൻ്റെ ഉള്ളിലുള്ള സുഖത്തെ, സുഖം എവിടെയായിരിക്കുന്നത്? സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു വീണ്ടും ആയുസ്സു പോക്കുന്നു ഹതാശ നമ്മൾ എന്ന് ഏതൊരു കവി ഏതൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. സുഖം ഈ ഭൂമിയെ നന്നാക്കാൻ വേണ്ടി ബ്രഹ്മാവ് ഉണ്ടാക്കിയത്. അത് എവിടെയാണെന്ന് തിരിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് നടക്കുക. എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാ. ആത്മനി വിന്ദതി ആത്മനീയത് സുഖം. അങ്ങനെയുള്ള ആള് എങ്ങനെയുള്ള ആളാണ്? സ ബ്രഹ്മയോഗയുക്താത്മാ. അദ്ദേഹം ആ ബ്രഹ്മത്തിൽ യോഗം. ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായത്തിനും പേരെന്താണ്? യോഗം. ഞങ്ങളുടെയും യോഗം. എങ്ങനെയൊക്കെ ക്രിസ്മസ് ആഘോഷം നടക്കേണ്ട ആൾക്കാരാണെന്നറിയാം. ഈ സ്വാമിയായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് കഷ്ടകാലം ഇവിടെ വന്നിരിക്കും. നമ്മുടെ ഒരു യോഗം. പക്ഷെ ആ യോഗം ഈ യോഗം തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ യോഗം കൊണ്ട് ആ യോഗത്തിലേക്ക് എത്താം. ബ്രഹ്മയോഗം, ബ്രഹ്മവുമായിട്ടുള്ള കണക്ഷൻ, ചേർച്ച, അതുമായി ചേർന്ന് യുക്താത്മാ, അങ്ങനെ ഇഴുകി ചേർന്ന് അതുമായിട്ട് വേറൊരു വ്യത്യാസമില്ലാതെ ഇരിക്കുന്ന ആൾ. സുഖം അക്ഷയം അസ്നുതേ, അക്ഷയമായ നാശമില്ലാത്തതായ സുഖത്തെ അസ്നുതേ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖം നിരന്തരം അനുഭവിച്ചുകൊണ്ട്, സുഖം മാത്രം. നമ്മൾ എത്ര സമയത്ത് സുഖം അനുഭവിക്കുന്നുണ്ട്? നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട് ഈ ലോകത്തെ ഓരോ വസ്തുക്കളിൽ നിന്ന്. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഒരു ഇത് പറയും. സ്വാമിജി ഇതിനൊക്കെ ഗംഭീരമായിട്ട് ഘോരം. അപ്പോൾ ചിന്മയാനന്ദ സ്വാമിജി ഈ ഗീതാ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഗംഭീരമായി പ്രസംഗിക്കും. ഒരു ദിവസം സ്വാമിജി ഇങ്ങനെ യജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കൂടെ ഇരിക്കാം. അപ്പോൾ ഒരു വീട്ടിലാണ്. ആ വീട്ടമ്മ നല്ല കാപ്പി ഉണ്ടാക്കി കൊണ്ടു. സ്വാമിജി ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും കൊതിപ്പിച്ച് ഇങ്ങനെ കുടിപ്പിച്ചു തന്നു. ആര് പറഞ്ഞു ഇതിലൊന്നും സുഖമില്ല എന്ന്?
അപ്പം എല്ലാവരും അന്തം വിട്ടു. ഈ സ്വാമി തന്നെയല്ലേ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞത്. പിന്നെ സ്വാമിജിയോടൊന്നും പറയാൻ പറ്റാത്ത കാരണം എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ട് നിന്നു. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, സുഖമുണ്ടെന്ന് പറഞ്ഞു. ശരി, അത് കഴിഞ്ഞു, കാപ്പി കഴിഞ്ഞു. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തായി? കാപ്പി കുടിച്ച് സുഖം പോയി. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സുഖമുണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. പക്ഷേ നിരന്തരമായ സുഖത്തെ, നിരന്തരമായ ആനന്ദത്തെ നേടണമെങ്കിൽ, അക്ഷയമായ, ക്ഷയമില്ലാത്ത ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ ആ ബ്രഹ്മത്തിൽ ചേരണം, ബ്രഹ്മമായി മാറണം. അപ്പം അങ്ങനെ ആയി മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും പറയാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് സ്വാമിജിയെ ഏൽപ്പിക്കുന്നു. സ്വാമിജി എന്തെങ്കിലും പറയും. അപ്പോൾ എന്നെ ഇതിലേക്ക് വിളിച്ചതിനും നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാനും കഴിഞ്ഞതിൽ പ്രത്യേകിച്ചും സ്വാമിജിയോടും പിന്നെ എനിക്ക് വേണ്ടി ഈ അവസരം തന്ന ദിവ്യാനന്ദ മാതാജിക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര നേരം ഒട്ടും ആസക്തി ഇല്ലാതെ ഇതൊക്കെ സഹിച്ചിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരിയോ.